നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിന് ക്രിയേറ്റേഴ്സായ ഡഫർ ബ്രദേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. ഒരു ഹൊറർ സീരീസാണ്. ഒരു മിനി സീരീസാണ്. റിട്ടേണിംഗ് സീസണുകളൊന്നുമില്ല. ഒറ്റയടിക്ക് കഥ തീരും. ഒരു ചെറിയ കഥ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് പറഞ്ഞു പോകുന്നുണ്ട്. ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ളൊരു സീരീസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണമാണ്. സോ ഒരു കല്യാണത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരാഴ്ചത്തെ ഗ്യാപ്പിലുള്ള ടൈം പീരീഡിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആയിരിക്കും നമുക്കിതിൽ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കാമുകൻ്റെ വീട്ടിൽ വെച്ച് കല്യാണം നടത്താമെന്ന് പറഞ്ഞ് 2 കപ്പിൾസ് ആളുടെ വീട്ടിലേക്ക് പോവാണ്. ആ വീടും അതിലുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഭയങ്കര ക്രീപ്പിയാണ് ഈ പറഞ്ഞ പോലെ. സോ അവിടെ വെച്ച് സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദീസ് 2 എന്ന് മാത്രമേ ഉള്ളൂ. സോ അതെന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ഈ സീരീസ് കാണിച്ചു തരാം. ഈ സീരീസിൻ്റെ ടൈറ്റിൽ തന്നെ, ഇതിൻ്റെ പേര് തന്നെ സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ്. സോ ഈ പേരിലേ നമ്മൾ ഹുക്ക് ചെയ്യിപ്പിക്കും. ഇതെന്താ അവിടെ നടക്കുന്നത്, നമുക്ക് എന്താണ് ആക്ച്വലി എന്ത് എക്സ്റ്റെൻറ്റ് വരെ പോകാമെന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. അതാണ് ഈ ത്രൂ ഔട്ട് ഈ സീരീസ് നമ്മൾ കൊണ്ടുപോവുക. 8 എപ്പിസോഡുകളും നല്ല തറോലി എൻഗേജിങ് ആയിട്ട് തന്നെയാണ്. ഒരു പോയിന്റ് എത്തുന്നവരെ നമുക്ക് ഈ പ്ലോട്ട് എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്ലോട്ട് റിവീൽ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോ ത്രൂ ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു എപ്പിസോഡ് ഒരു 50 മിനിറ്റ് 60 മിനിറ്റ് ഒക്കെ ഉണ്ടാകും. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സിനെയും അതിലെ കാസ്റ്റ് ചെയ്ത ആൾക്കാരും അവരെ കണ്ടാൽ തന്നെ നമുക്കൊരുമാതിരി കളലക്ഷണം വരും. അവർ ഓരോരുത്തർ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. സോ ആ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെൻ്റ് ഉണ്ടല്ലോ. ഇത് ക്യാരക്ടേഴ്സിൽ മാത്രമല്ല, ആ അറ്റ്മോസ്ഫിയർ മുഴുവനായിട്ട് ക്രീപ്പിയാണ്. ഭയങ്കര സൗണ്ട് ഡിസൈനൊക്കെ പൊളിയാണ്. ഇതിൻ്റെ തുടക്കം മുതലേ ഈവൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് ഈ ക്യാരക്ടർ അനുഭവിക്കുന്ന ഹാർട്ട് ബീറ്റും അതിൽ അവിടെ വരുന്ന കാറ്റും ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ സൗണ്ട് ഡിസൈനിൽ പെട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഹെഡ്സെറ്റ് വെച്ച്, അല്ലെങ്കിൽ ഐ തിങ്ക് സ്പീക്കർ വെച്ച് കേട്ടാലൊന്നും ഇത് പ്രോപ്പറായിട്ട് കിട്ടില്ല. നല്ല പ്രോപ്പർ ഹെഡ്സെറ്റ് വെച്ച സീരീസാണല്ലോ. വെച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇതിൽ സറൗണ്ട് ചെയ്ത് വരുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിനെ എഫക്റ്റ് ആവും. കാരണം സൗണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവനായിട്ട് ഇത് കൊണ്ടുപോകുന്നത്. സോ സൗണ്ട് ഡിസൈനിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സീരീസാണ്. സോ സൗണ്ട് ശ്രദ്ധിക്കുക ഇത് കാണുമ്പോൾ. ആൻഡ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അറ്റ്മോസ്ഫിയർ, ആ ഒരു വീട് തന്നെ, ഇപ്പോൾ സാധാരണ വീടിനൊക്കെ കോറിഡോർ നേരെ ആയിരിക്കില്ല. നമ്മൾ ഹൊറർ സിനിമകളൊക്കെ കണ്ടത് ഇതൊക്കെ ചെരിഞ്ഞിട്ടും വളഞ്ഞിട്ടൊക്കെയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കുറേ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ വർക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇതിൻ്റെ പ്ലോട്ട് ഏകദേശം പല സിനിമകളിലും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ ഒരു കാമുകന് വീട്ടിൽ പോകുന്നു, അവിടെ വെച്ച് കുറേ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പല സീരീസുകളും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇരുന്ന് എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ പുതുതായിട്ട് ചെയ്യാമെന്നൊക്കെ ഒരു നോക്കിയിട്ടുണ്ട്. ദാൻ ഇതിൽ പറയുന്ന ഒരു ഫോക്ലോർ ടൈപ്പ് ഓഫ് ഹൊററാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം. പക്ഷേ അത് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. നല്ല ബ്ലെൻഡായിട്ട് തന്നെ പോകുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഹൈ ഫിക്ഷൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ നമ്മളെ പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 8 എപ്പിസോഡുകളാണുള്ളത്. ഇതിൻ്റെ എല്ലാ എപ്പിസോഡും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്നും കാണാൻ കിട്ടാതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റിയ ഒരൊറ്റ മിനി സീരീസ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, റിട്ടേണിംഗ് സീസണുകളൊന്നുമില്ല. ഒറ്റയടിക്ക് പരിപാടി തീരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടു നോക്കുക. സീരീസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. കണ്ടുവരണമെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.